ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു പ്രീനി ക്രിയേഷൻസ്. അപ്പോൾ ഇന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് ഒരു സിഗരറ്റ് പാൻറ്റാണ്. അപ്പോൾ ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് ആയിട്ടാണ് നമ്മളിതിൽ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി തുണി എടുത്തിട്ടുള്ളത് കോട്ടൻ്റെ മെറ്റീരിയലാണത്. 2.5 മീറ്ററാണ് തുണി എടുത്തിട്ടുള്ളത്. ആദ്യം നമുക്ക് തുണി ഒന്ന് രണ്ടായിട്ട് മടക്കി കൊടുക്കാം. ആദ്യം ഇവിടെ ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് ആയിട്ടാണ് കട്ട് ചെയ്ത് കൊടുക്കുന്നത്. ആദ്യം നമുക്ക് ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് തുണി ഒന്ന് രണ്ടായിട്ട് മടക്കിയെടുക്കണം. ഇപ്പോൾ ആ തുണി ഇവിടെ രണ്ടായിട്ട് മടക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഫ്രണ്ട് പാർട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ തുണി ലെവൽ ചെയ്യാൻ വേണ്ടി ഞാൻ മുകളിൽ ഇങ്ങനെ ഒരു ലൈൻ കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം താഴേക്കൊരു 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് എലാസ്റ്റിക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ 2 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. 2 ഇഞ്ച് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇവിടെ ഒരു ലൈൻ വരച്ച് കൊടുക്കുന്നുണ്ട്. 2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അങ്ങനെ ഒരു ലൈൻ വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഈ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ ഈ 2 ഇഞ്ച് മാർക്ക് ചെയ്ത് ഈ ലൈനിൽ നിന്നാണ് താഴേക്ക് ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. എനിക്കിവിടെ ലെങ്ത്ത് വേണ്ടത് 37 ഇഞ്ചാണ്. അപ്പോൾ അത് ലെങ്ത്ത് 37 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 37 ഇഞ്ച് അവിടെ നിന്ന് താഴെ മടക്കി തയ്ക്കാൻ വേണ്ടി ഒരു 2 ഇഞ്ച്, അങ്ങനെ 39 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ മാർക്ക് ചെയ്ത് ഇവിടെ ഇങ്ങനെ ലൈൻ വരച്ചു കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഒന്ന് ലൈൻ വരച്ചെടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് നമ്മളിവിടെ ഹിപ്പിൻ്റെ അളവാണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. ഹിപ്പിൻ്റെ അളവ് എടുക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾ പാൻറ് ഇടുന്ന ആ ഭാഗത്തെ അളവല്ല എടുത്ത് കൊടുക്കേണ്ടത്. ആ ഭാഗത്തു നിന്ന് താഴെ വീതി കൂടിയ ഭാഗത്തെ അളവ് വേണം ഇവിടെ എടുത്ത് കൊടുക്കാൻ. എനിക്കിവിടെ ഹിപ്പിൻ്റെ അളവ് വരുന്നത് 40 ഇഞ്ചാണ്. ആ 40 ഇഞ്ചിനെ 4ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 10 ഇഞ്ച്. ഈ 10 ഇഞ്ചിൻ്റെ കൂടെ 3 ഇഞ്ച് ലൂസും ചേർത്ത് 13 ഇഞ്ചാണ് അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. 13 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ വേസ്റ്റിൻ്റെ അളവ് എടുത്ത് ഇവിടെ മാർക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ പാൻറ്റ് ടൈറ്റായി പോവും. അതുകൊണ്ട് എപ്പോഴും ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുമ്പം പാൻറ്റ് ഇട്ട് കൊടുക്കുന്ന ഭാഗത്തല്ല, അതിൻ്റെ താഴേക്ക് വീതി കൂടിയ ഭാഗത്തെ അളവ് എടുത്തിട്ട് വേണം മാർക്ക് ചെയ്ത് കൊടുക്കാൻ. അതിനുശേഷം ക്രോച്ച് ലെങ്ത്ത് എന്ന് പറയുന്നത് സീറ്റ് ലെങ്ത്ത്, അതും ഞാനിവിടെ 13 ഇഞ്ചാണ് കൊടുക്കുന്നത്. അതും നിങ്ങൾ ഹിപ്പ് റൗണ്ട് എത്രയാണോ അതിനെ 4ആയിട്ട് ഡിവൈഡ് ചെയ്യുക. അതിൻ്റെ കൂടെ ലൂസ് ഒരു 2 ഇഞ്ചോ 3 ഇഞ്ചോ ലൂസും ചേർത്തിട്ടാണ് ഈ ക്രോച്ച് ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ക്രോച്ച് ലെങ്ത്ത് ഇവിടെ 13 ഇഞ്ച് ക്രോച്ച് ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്നൊരു 2.5 ഇഞ്ച് ഇപ്പുറത്തേക്ക് ഇങ്ങനെയൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെയൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇവിടെ നിന്നിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെയൊന്ന് കർവ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെയൊന്ന് കർവ് ചെയ്ത് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഞാൻ ഈ ലൈനൊന്നും ഇങ്ങോട്ട് നേരെ നീട്ടി വരയ്ക്കുന്നുണ്ട് ഈ ഭാഗത്തേക്ക്. ഇതിൻ്റെ മിഡിൽ പോയിൻ്റ് ഒന്ന് നമുക്കിവിടെ മാർക്ക് ചെയ്യണം. ഇതൊന്നിങ്ങനെ നീട്ടി വരച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അളവ് വരുന്നത് 15.5 ഇഞ്ചാണ്. അപ്പോൾ ഇതിൻ്റെ ഹാഫ് നമ്മളിവിടെ മാർക്ക് ചെയ്യണം. ഇതിൻ്റെ ഹാഫ് എന്ന് പറയുമ്പോൾ 7.25 ഇഞ്ചാണ് ഇതിൻ്റെ ഹാഫ് വരുന്നത്. ഇതിൻ്റെ മിഡിലൊന്ന് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 7.25 ഇഞ്ച് ഇവിടുന്ന് 7.25, അതേമാതിരി ഇവിടുന്ന് കറക്റ്റ് 7.25 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതാ ഇതിൻ്റെ നേരെ താഴെ കാലിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഈ ഭാഗത്ത് നമ്മൾ 7.25 ഇഞ്ച് ഇങ്ങനെയൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അതിൻ്റെ സെൻറ്റർ ഇവിടെ മാർക്ക് ചെയ്ത അതേ സെൻറ്റർ നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കാലിൻ്റെ ലൂസ് മാർക്ക് ചെയ്ത് കൊടുക്കണം. എനിക്കിവിടെ 12 ഇഞ്ചാണ് കാലിൻ്റെ ലൂസ് വരുന്നത്. അപ്പോൾ അതിൻ്റെ പകുതി 6 ഇഞ്ച് എന്ന് പറഞ്ഞാൽ ഈ മാർക്ക് ചെയ്ത് ഈ പോയിൻ്റിൽ നിന്ന് ഈ ഭാഗത്തേക്ക് ഒരു 3 ഇഞ്ചും ഈ ഭാഗത്തേക്ക് ഒരു 3 ഇഞ്ചുമാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. എനിക്കിവിടെ കുറച്ചും കൂടെ ലൂസ് വേണ്ടതുകൊണ്ട് ഞാൻ ഇവിടെ 3.25 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ സൈഡിലേക്ക് 3.25, അതേമാതിരി ഇപ്പുറത്തെ സൈഡിലേക്ക് 3.25 ഇങ്ങനെയൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയൊന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇവിടെ നിന്ന് ഈ ഭാഗത്തുനിന്ന് ഇങ്ങോട്ട് നമ്മൾ മാർക്ക് ചെയ്ത ഈ പോയിന്റിലേക്ക് ഇങ്ങനെയൊന്ന് ജോയിൻ ചെയ്ത് വരച്ചു കൊടുക്കണം. അപ്പോൾ ഈ പോയിന്റിൽ നിന്ന് നമ്മൾ കാലിൻ്റെ താഴെ മാർക്ക് ചെയ്ത ഈ പോയിന്റിലേക്ക് ഇങ്ങനെ വരച്ചു കൊടുത്തിട്ടുണ്ട്. അതേമാതിരി തന്നെ ഇപ്പുറത്തെ സൈഡും
ഇപ്പുറത്തെ സൈഡും നമ്മൾ ഈ ക്രോച്ച് മാർക്ക് ചെയ്ത് ഇവിടുന്ന് ഈ പോയിന്റിലേക്കും ഇങ്ങനെ ഒന്ന് ജോയിൻ ചെയ്ത് വരച്ചു കൊടുക്കണം. ഇതൊന്നിങ്ങനെ ജോയിൻ ചെയ്ത് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഈ സൈഡിൽ നമുക്ക് കുറച്ചൊന്നിങ്ങനെ ഷേപ്പ് ചെയ്ത് വരച്ചു കൊടുക്കുക. അധികം ഷേപ്പ് ചെയ്യണ്ട, കുറച്ച് ചെറുതായിട്ടൊന്നിങ്ങനെ ഷേപ്പ് ചെയ്ത് വരച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ ഷേപ്പ് ചെയ്യുമ്പോൾ ഈ ഭാഗത്തു നിന്ന് തന്നെ ഷേപ്പ് ചെയ്ത് തുടങ്ങരുത്, അവിടെ നിന്ന് കുറച്ച് താഴേക്കായിട്ട് ഇങ്ങനെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. കുറച്ച് വണ്ണം കൂടുതലുള്ളവരാണെങ്കിൽ ഇങ്ങനെ വല്ലാതെ ഷേപ്പ് ചെയ്ത് കൊടുക്കണ്ട. ഞാൻ അവിടെ ചെറുതായിട്ടൊന്ന് ഷേപ്പ് ചെയ്തെടുത്തിട്ടേ ഉള്ളൂ. ഇനി നിങ്ങൾക്കിത് തയ്ച്ച് കഴിഞ്ഞതിന് ശേഷം ഒരുപാട് ലൂസ് ഉണ്ടെങ്കിൽ അപ്പോൾ ഒന്ന് ഷേപ്പ് ചെയ്ത് തയ്ച്ചു കൊടുത്താൽ മതി. അപ്പോൾ അത് ഇത്രയേ ഉള്ളൂ. നമ്മളെ ഫ്രണ്ട് പാർട്ടിൻ്റെ മാർക്കിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മളിപ്പോൾ അതിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളിത് ക്രോച്ച് ലെങ്ത്ത് മാർക്ക് ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയതാണ്. ഈ 2 ഇഞ്ച് മാർക്ക് ചെയ്ത് ഇവിടുന്ന് വേണം താഴേക്ക് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കാം. മുകളിൽ നിന്ന് തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കരുത്. ഈ പോയിന്റിൽ നിന്ന് ഈ 2 ഇഞ്ച് മാർക്ക് ചെയ്ത് ഇവിടുന്ന് വേണം താഴേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാൻ. ഇപ്പോൾ നമ്മളിതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സൈഡ് ഫോൾഡിങ് ആയിട്ടാണുള്ളത്. ഈ സൈഡ് നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ സൈഡും ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് 2 പീസായിട്ടാണ് ഇത് കിട്ടുക. ഇനി നമുക്കിത് ഇത് മാറ്റി വെച്ചിട്ട് ബാക്ക് പാർട്ട് കട്ട് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ അതിന് നമ്മൾ ബാക്ക് പാർട്ട് കട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടി തുണി ഇവിടെ 2ആയിട്ട് ഇങ്ങനെ മടക്കി കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഫ്രണ്ട് പാർട്ട് വെച്ച് കൊടുക്കണം. ഇതിൻ്റെ മുകളിലേക്ക് കറക്റ്റായിട്ട് നമ്മളിതായി കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഈ ഫ്രണ്ട് പാർട്ട് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കുക. അപ്പോൾ അതതിൻ്റെ മുകളിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഫ്രണ്ട് പാർട്ട് ഇങ്ങനെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ഈ ക്രോച്ചിൻ്റെ ഭാഗത്ത് ഒരു 2.5 ഇഞ്ച് കൂടുതൽ കൊടുക്കണം. ബാക്ക് പാർട്ടിന് നമ്മൾ ഫ്രണ്ട് പാർട്ടിനേക്കാളും ഒരു 2.5 ഇഞ്ച് ഇവിടെ കൂടുതൽ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ക്രോച്ചിൻ്റെ ഭാഗത്ത് മൊത്തത്തിൽ നമ്മളിത് അങ്ങനെ ഒരു 2.5 ഇഞ്ച് കൂടുതൽ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഈ ഭാഗം നമ്മളിങ്ങനെ ഒന്ന് കർവ് ചെയ്ത് വരച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ക്രോച്ചിൻ്റെ ഈ ഭാഗത്ത് നമ്മളൊരു 2.5 ഇഞ്ച് കൂടുതൽ കൊടുത്തു. അതേമാതിരി ഫുള്ളായിട്ട് നമ്മൾ ഈ 2.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇവിടെ ഒന്നിങ്ങനെ കർവ് ചെയ്ത് വരച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇവിടുന്ന് താഴേക്ക് നമ്മൾ 2 ഇഞ്ചാണ് കൂടുതൽ കൊടുക്കുന്നത്. 2 ഇഞ്ച് കൂടുതലായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ സൈഡ് താഴെ വരെ 2 ഇഞ്ച് ഇങ്ങനെ കൂടുതലായിട്ടൊന്ന് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതായത് ഇങ്ങനെ 2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതൊന്നിങ്ങനെ ജോയിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് ഈ സൈഡും 2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അതിങ്ങനെ താഴെ വരെ ഇങ്ങനെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പുറത്തെ സൈഡ് നമുക്ക് ഇതേ അളവ് തന്നെ കൊടുത്താൽ മതി, ഒരു ചേഞ്ചസും ഇല്ല. ഇതിങ്ങനെ കറക്റ്റായിട്ട് ഇതൊന്ന് താഴേക്ക് ഇങ്ങനെ വരച്ചു കൊടുക്കാം. ഇങ്ങനെയൊന്ന് കറക്റ്റായിട്ട് താഴേക്ക് വരച്ചു കൊടുത്തിട്ടുണ്ട്. വേറെ ഒരു ചേഞ്ചസും ഇല്ല, ഇത്രയേ ഉള്ളൂ. ഈ ഭാഗത്ത് നമ്മൾ 2 ഇഞ്ചും ക്രോച്ചിൻ്റെ ഭാഗത്ത് മൊത്തത്തിൽ നമ്മൾ 2.5 ഇഞ്ചും കൂടുതലായിട്ട് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട് പാർട്ടിനെക്കാളും ബാക്ക് പാർട്ടിന് 2.5 ഇഞ്ച് ക്രോച്ചിൻ്റെ ഭാഗത്തും 2 ഇഞ്ച് കാലിൻ്റെ ഇപ്പുറത്തെ സൈഡും. ഈ സൈഡ് ഒരു ചേഞ്ചസും ഇല്ല, അതേമാതിരി തന്നെ നമ്മൾ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മുകളിലൊന്നും അതേ അളവ് തന്നെയാണ്, ഒരു വ്യത്യാസവും ഇല്ല. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അതായത് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇപ്പുറത്തെ സൈഡും ഇവിടെ മടക്ക് വശമാണ് ഈ ഭാഗം വന്നിട്ടുള്ളത്. ഈ ഭാഗം ഒന്നിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അത് ബാക്ക് പാർട്ടും നമുക്കിങ്ങനെ 2 പീസായിട്ടാണ് കിട്ടുക. അപ്പോൾ
ബാക്ക് പാർട്ടും അതേമാതിരി തന്നെ ഫ്രണ്ട് പാർട്ടും നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഫ്രണ്ട് പാർട്ട് 2 പീസാണ്, അതേമാതിരി തന്നെ ബാക്ക് പാർട്ടും 2 പീസായിട്ടാണ് നമുക്ക് കിട്ടുക. ഇനി നമുക്ക് ആദ്യം തന്നെ ഇതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ ആദ്യം തന്നെ നമുക്കിത് ക്രോച്ചിൻ്റെ സൈഡാണ് ആദ്യം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. ക്രോച്ചിൻ്റെ ഭാഗം ഇങ്ങനെയൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. രണ്ട് ഫ്രണ്ട് പാർട്ടിലും ബാക്ക് പാർട്ടിലും ക്രോച്ചിൻ്റെ ഭാഗം നമ്മളൊന്നിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ ഡബിൾ സ്റ്റിച്ച് കൊടുക്കണം. അപ്പോൾ ആദ്യം തന്നെ അതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ അത് ക്രോച്ചിൻ്റെ ഭാഗം ഇവിടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്ക് പാർട്ടും ഫ്രണ്ട് പാർട്ടും ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഡബിൾ സ്റ്റിച്ചാണ് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് ഓപ്പൺ ചെയ്ത് വയ്ക്കാം. ഇത് രണ്ടും ഇങ്ങനെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് നമുക്ക് അടുത്തതായിട്ട് ഇനി ഇതിൻ്റെ സൈഡാണ് ഈ ഭാഗമാണ്, കാലിൻ്റെ ഈ ഭാഗമാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഈ ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ നമ്മളിത് 2 ക്രോച്ചും ഒരേമാതിരി വരുന്ന മാതിരി വെച്ചിട്ട് വേണം ഇതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ. കറക്റ്റായിട്ട് ഇങ്ങനെ വെച്ച് നോക്കിയിട്ട് വേണം ഈ സൈഡ് ഒന്നിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ. ഈ സൈഡ് ഇങ്ങനെ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ ഈ സൈഡ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു. ഇനി അതിന് ശേഷം നമുക്കിത് ഇപ്പുറത്തെ സൈഡാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. ഇപ്പുറത്തെ സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ബാക്കിലെ സൈഡ് വീതി കൂടുതലാണ്. ഇത് രണ്ടും ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് വേണം അതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. ഈ സൈഡും അതേമാതിരി തന്നെ ഇപ്പുറത്തെ സൈഡും ഇത് ഇങ്ങനെ രണ്ടും ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. 2 സൈഡും നമുക്ക് അങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ ഈ സൈഡും ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതേമാതിരി തന്നെ ഈ സൈഡും സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ 2 സൈഡും സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി നമുക്ക് കാലിൻ്റെ താഴ്ഭാഗത്താണ് മടക്കി തയ്ച്ചു കൊടുക്കാനുള്ളത്. നമ്മളിവിടെ 2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു മടക്കി തയ്ക്കാൻ വേണ്ടിയിട്ട്. ഇതൊന്ന് ഇങ്ങനെ രണ്ടായിട്ടൊന്ന് മടക്കിയിട്ട് ഇതൊന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെയൊന്ന് മടക്കി വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതേമാതിരി തന്നെ ഈ ഭാഗത്തും ഇങ്ങനെയൊന്ന് മടക്കി തയ്ച്ചു കൊടുക്കാം. ഇപ്പോൾ കാലിൻ്റെ താഴ്ഭാഗം ഇങ്ങനെയൊന്ന് മടക്കി തയ്ച്ചു കൊടുത്തിട്ടുണ്ട്. 2 കാലിൻ്റെ താഴെ ഇങ്ങനെ മടക്കി തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മുകൾ ഭാഗമാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. മുകൾ ഭാഗമൊക്കെ എലാസ്റ്റിക് വെച്ച് കൊടുക്കാൻ വേണ്ടി നമ്മളത് ഈ ഭാഗം ഒന്ന് ഇങ്ങനെ മടക്കി തയ്ച്ചു കൊടുക്കണം. ആദ്യം ഒരു 1/4 ഇഞ്ച് മടക്കി കൊടുക്കുക. അതിനുശേഷം വീണ്ടും നമ്മളിവിടെ മാർക്ക് ചെയ്ത ഈ ലൈന് കറക്റ്റ് ഉള്ളിലേക്ക് വരുന്ന മാതിരി ഇങ്ങനെയൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്യാതെ നമുക്ക് എലാസ്റ്റിക് ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടി ഒരു 2 ഇഞ്ചോ 3 ഇഞ്ചോ ഒരു ഗ്യാപ്പ് വെച്ചിട്ട് വേണം നമ്മളിതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. അപ്പോൾ ഇതൊന്ന് നമുക്ക് തയ്ച്ചെടുക്കാം. ഇപ്പോൾ മുകൾ ഭാഗം ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എലാസ്റ്റിക് ഇട്ട് കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു ഗ്യാപ്പും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഒന്ന് എലാസ്റ്റിക് ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ അപ്പോൾ എലാസ്റ്റിക് ഇങ്ങനെ പിൻ കുത്തി എടുത്തിട്ടുണ്ട്. ഇതൊന്നും ഇങ്ങനെ ഉള്ളിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. എലാസ്റ്റിക്കിൻ്റെ അളവ് നമ്മൾ എടുത്തു കൊടുക്കേണ്ടത് നമ്മളെ വേസ്റ്റിൻ്റെ അളവ് എത്രയാണോ, നമ്മൾ പാൻറ് ഇടുന്ന ഭാഗത്തെ അളവ് എത്രയാണോ അതിൽ നിന്നൊരു 3 ഇഞ്ചോ 4 ഇഞ്ചോ കുറവായിട്ട് വേണം നമ്മൾ എലാസ്റ്റിക് എടുത്തു കൊടുക്കാൻ. ഞാനിപ്പോൾ ഇവിടെ എനിക്ക് വേസ്റ്റിൻ്റെ അളവ് 32 വരുന്നത്. അതിൽ നിന്നൊരു 4 ഇഞ്ച് കുറച്ച് 28 ഇഞ്ചിലാണ് ഞാൻ അവിടെ എലാസ്റ്റിക് എടുത്തു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എലാസ്റ്റിക് ഇങ്ങനെ ഉള്ളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ എലാസ്റ്റിക് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഒരു എലാസ്റ്റിക്കിൻ്റെ മുകളിലേക്ക് ഇനി ഒരു എലാസ്റ്റിക് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ എലാസ്റ്റിക് ഇങ്ങനെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അത് ഉള്ളിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് നമുക്കിത് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഭാഗം ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കണം. ഇവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ആ ഭാഗം നമ്മളിങ്ങനെ ക്ലോസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് നല്ല വശത്തേക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഇത് നല്ല വശത്തേക്ക് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ നമ്മളെ സിഗരറ്റ് പാൻറ്റ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന മെത്തേഡാണ് ഇപ്പോൾ ഞാൻ ഇതിൽ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ആകെ 2 അളവുകൾ മാത്രം അറിഞ്ഞാൽ മതി. ഇതിൻ്റെ ലെങ്ത്തും ഇതിൻ്റെ ഹിപ്പ് സൈസും അറിഞ്ഞാൽ തന്നെ നമുക്ക് ഒരു സിഗരറ്റ് പാൻറ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.